അതിന് പരാതിയാ. നമ്മള് കോടതിയിലേക്ക് പോക്കാം. കൃത്യമായിട്ട് ഇയാള് ചെയ്ത വിദ്യാർത്ഥികളോട് ചെയ്ത വിഷയങ്ങൾ ഉൾപ്പെടെ എടുത്തു വെച്ച് നമ്മൾ കോടതിയിൽ പോക്കാം. നോക്കാൻ ഇയാൾ ഈ കസേരയിൽ എത്ര ഇരിക്കുന്നേ. എപ്പോ പിണറായി തമ്പുരാനായിരിക്കൂല മുഖ്യമന്ത്രി ഇയാളെ സംരക്ഷിക്കേ. കാരണം നാണം കെട്ടവന്മാരും പിടിച്ചിരുത്തിന് വിടാം. SFIയിൽ ഇരുപത്തി വരുമ്പോ അപ്പടി വിടുക. അത് ചോദ്യം ചെയ്താൽ വന്ന ഇവിടുത്തെ കേസ് നേതാക്കളെ ഇവർ ഭീഷണിപ്പെടുത്തുക. നീ ഇവിടെ പഠിക്കൂലടാ, കൂട്ടടാ, അത് കൂട്ടടാ. അത്രക്കൊന്നായിട്ടാ കണ്ടിട്ടില്ല ഇവിടുത്തെ കേസിൽ ഉദ്യോഗസ്ഥൊന്നും. നമുക്ക് കാണാലോ എല്ലാം പറ്റുന്നത്. മനസ്സിലായിക്കോ? പോലീസിനെ ആരെ വിളിച്ചാലും ഓടിക്കുന്നില്ല. ഒരു വിഷയമില്ല. നമ്മൾ കൃത്യമായിട്ട് കോടതി വിധി ലംഘിച്ച് ഏതെങ്കിലും തരത്തില് രാഷ്ട്രീയ കുഴക്ക് വെക്കണ ഈ കസേരയിൽ പോകല്ല. ഗുണ്ടാന്ന് വിളിച്ച ഗുണ്ടാന്ന് നമ്മളെ ഗുണ്ടായി സംസാരിച്ചോ. ഇവരോട് സംസാരിക്കാൻ വേണ്ടിയില്ല. ഇവിടെ വന്നേരം നമ്മളോട് ഇങ്ങനെ ആക്കി ഇറക്കാൻ നോക്കി. നമ്മൾ ക്യാമ്പസിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം നടത്തുന്നതാണ്. ഇയാൾ എങ്ങനെ കടന്നു നമുക്കറിയില്ല. ഇയാൾ പറയില്ല നിങ്ങൾ ആരുടെ കാര്യം വാദ കിടക്കുന്നത്. നമ്മളെന്താ ചെയ്ത് ഇയാളാ ഏതെങ്കിലും പലപരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പോലീസ് വന്നോട്ടെ, പോലീസിന് ഉൾപ്പെടെയാണ് ഇവിടെ SFI കടന്നുവന്നിട്ടുണ്ട്. ഈ വിലക്കുകളെല്ലാം ലംഘിച്ചുകൊണ്ട് നടന്നത്. നമ്മളെ ഇന്ന് ഈ ക്യാമ്പസ് വിട്ടത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഈ അധ്യാപകർ അനുകൂലിക്കുന്നുണ്ടോ ഈ ക്യാമ്പസ് വിട്ടത്? ഇന്ന് എന്ത് അടിസ്ഥാനത്തിൽ ഈ ക്യാമ്പസ് വിട്ട് KSUവിന്റെ വിദ്യാഭ്യാസം നടന്നില്ലേ? വാതിലുണ്ടോ? വാതിലുണ്ട്. ഉണ്ടാവുമല്ലോ. നമുക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഒരു വിഷയമൊന്നുമില്ല. നമ്മളെ മാന്യമായി നമ്മളെ മനസ്സാക്ഷി നമുക്കറിയാം. നിങ്ങളെ കാണിച്ച നെറികേടിനെ നമ്മൾ ചോദ്യം ചെയ്തേ. ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നോ? പ്രിൻസിപ്പാളെ കസേരയിലേക്ക് പാർട്ടി ഓഫീസിൽ പോയി എഴുതാൻ മതി. നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് കോടതിനെക്കാണും വലിയ ആളൊന്നല്ല പ്രിൻസിപ്പാളും ഇനി ആരാണെന്ന് കൃത്യമായിട്ട് ഞാൻ വിളിച്ചൊരു മാഷവാദെന്നുള്ളൊരു സമീപനം ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് കോടതിയുടെ വിധി മാഷും ഈ കോളേജിൽ ഉത്തരവാദിത്തപ്പെട്ട യൂണിറ്റ് ഭാരവാഹികളുണ്ടാവും. ഒന്നും പറയില്ല. കേൾക്ക്, പറയുന്നത് കേൾക്ക്. ഫോണ് വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നാ ആ രീതിയിലൊന്നും സംസാരിക്കണം. മാന്യമായ രീതി നമ്മൾ ചോദിച്ചു. ഇന്ന് വിദ്യാഭ്യാസ വന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഇവിടെ ക്ലാസ് വിട്ടത്? എന്ത് ക്ലാസ് ആണ് പറഞ്ഞത്? ഫോണൊക്കെ വിളിച്ചോ? ഫോണ് പലരും വിളിച്ചാൽ ഫോൺ എടുത്തിട്ടൊന്നുമില്ല. രാഷ്ട്രീയ പുറത്ത്, ക്യാമ്പസിന് പുറത്ത് കേട്ടോ. ഇങ്ങനെയൊന്നല്ല ചെയ്യണ്ടേ. KSU ഇവിടെ വന്ന സമയത്ത് നിങ്ങൾ മെമ്മോ സ്വീകരിക്കാൻ പോലും നിങ്ങൾ കൂട്ടാക്കിയില്ല. നടപടി എടുക്കുന്ന പറഞ്ഞേ. തോന്നിവാസം കാണിച്ചിട്ട് ഇവിടെ നമ്മളെ ചൂണ്ടി സംസാരിക്കുന്ന അത് ചോദിക്കാൻ പറഞ്ഞേ. പ്രിൻസിപ്പളാണ് മറ്റൊരു കോളേജിൽ വരാൻ പറ്റുമോ? അകത്ത് വരണേ. അവിടെ കുറച്ച് പേര് വന്ന് പുറത്തുനിന്ന് കുറച്ച് പേര് വന്ന് ഇഷ്യൂ ഉണ്ടാകും. KSU ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇവിടെ ഇഷ്യൂ ആക്കാൻ വേണ്ടിട്ട് നിങ്ങളെ ഗുണ്ടകളൊന്നല്ല വന്നത്. നമ്മൾ അതിന്റെ രീതിയിൽ നടപടിയായിട്ട് മുന്നോട്ട് നീങ്ങും. അത്തരത്തിലൊന്നും വലിയ വെല്ലുവിളി ഇതൊന്നും വേണ്ട. പിണറായി വിജയന് പോയിട്ട് നിങ്ങൾ താങ്ങിക്കൊടുക്കുമായിരിക്കും. നിങ്ങളെ പല കേസുകളും മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഈ തോന്നിവാസം നിങ്ങൾ കാണിക്കുമായിരിക്കും. നമുക്ക് കോടതിയെ വലുത് കേട്ടാ. കോടതിക്ക് മേലെന്നല്ല പ്രിൻസിപ്പാള്. കോടതി ലംഘിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ വിദ്യാഭ്യാസം വന്ന് വിട്ടത്? അതാണ് ഇവിടെ സംസാരിച്ചേ.
നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിച്ചു കടന്നു വന്നതാ. ഇങ്ങനെയാണോ പ്രിൻസിപ്പാൾ പെരുമാറേണ്ടത്? SFIയുടെ ഭാഷ നമുക്കറിയാനിട്ടല്ല. അവരെ സംസ്കാരമല്ല നമ്മളിത്. തോന്നിവാസം കഴിഞ്ഞ് നമ്മളെ പോലീസിനെ വിളിച്ച് വരട്ടെന്ന് വിചാരിച്ച ആരെ വരട്ടീന്? നമ്മള് കൃത്യമായിട്ട് കാര്യങ്ങളായിട്ട് വന്നത്. അതെല്ലാം അടിച്ചോ ക്യാമറ ഉണ്ടല്ലോ, നമുക്ക് വിഷയമില്ല. നമ്മൾ എല്ലാ അധ്യാപകരോടും പറയുന്നത് ആരും വിഷയാക്കാൻ വന്നില്ല. നമ്മൾ ആയുധമായിട്ടല്ല വന്നത്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾക്ക് അങ്ങനത്തെ ഭീഷണിയുടെ വഴി നമുക്കില്ല. ഏത് ഭീഷണിയുടെ വാക്ക് എന്താ പറയാ? കോടതി വിധി നിങ്ങൾ ലംഘിച്ചോ, അതിനെതിരെ നമ്മൾ ചോദ്യം ചെയ്യും. എന്താ ഭീഷണിപ്പെടുത്തിയ ഭീഷണിപ്പെടുത്താൻ ഇങ്ങനെയല്ല വരുവാ. തോന്നിവാസം കളിക്കുന്നത് താൻ രാഷ്ട്രീയം കളിക്കണ്ട. നമ്മൾ ഈ ക്യാമ്പസില് ഇന്നേ വരാം അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല. ഈ പ്രിൻസിപ്പാൾ എന്താ കളിക്കുന്നത്? ഈ ക്യാമ്പസിന്റെ പ്രിൻസിപ്പാളാ. ഈ ക്യാമ്പസ് ഇന്ന് വിദ്യാഭ്യാസം എന്തടിസ്ഥാനത്തിലാണ് ഇയാൾ വിട്ടത്? നമ്മൾ എന്തെങ്കിലും മോശമാക്കി പ്രയോഗിച്ചോ? ഇയാൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ സമരം വിട്ടത്. നമ്മുടെ മാന്യമായിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ സമരം. ഇതുവരെ ഈ കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ട് ഇന്നേ വരെ ഒരു സമരം ഇവിടെ വിട്ടിട്ടില്ല. ഇദ്ദേഹം ഇന്ന് ഈ സമരം വിടുകയാണ്. നമ്മൾ അതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നത്. നമ്മൾ എവിടെയാ പോകേണ്ടത്? നമ്മൾ കോടതിയിൽ പോകും. ഞാൻ പറയും കൃത്യമായിട്ട് ആ മാന്യത ഇവിടെ വന്നാൽ ഇവർ എണീറ്റൊന്ന് ഷൗട്ട് ചെയ്യില്ല. ഗുണ്ടകള് വാതില് പൂട്ട് ഈ രീതിയിൽ പറയല. മര്യാദ സംസാരിച്ചേ എന്റെ പേര് ഹരീഷ്. സമാധാനം പറഞ്ഞേ. ഇയാൾ ഷൗട്ട് ചെയ്തു. ഞാൻ കൊണ്ടയാണോ? സാറ് മാന്യമായിട്ടാണ് സംസാരിച്ചത്. മാന്യമായിട്ട് തിരിച്ചും പ്രതീക്ഷിക്കും. മാന്യമായിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഷൗട്ടായിട്ട് സംസാരിക്കണം. നമുക്കറിയാം. ഈ കുട്ടീനെ ചോദ്യം ചെയ്യാൻ അന്ന് പുറത്താക്കും. ഏതടിസ്ഥാനത്തിൽ മര്യാദ ടീച്ചറിനോട് മാന്യമായി സംസാരിച്ചു. ടീച്ചറിനോട് മാന്യമായി സംസാരിച്ചില്ല. അതേപോലെ സാർ സംസാരിക്കാൻ അറിയില്ലേ? ഒരു മാനേജ്മെന്റുമല്ല. കൃത്യമായിട്ട് ഈ മാനേജ്മെന്റ് തീരുമാനം. എന്റെ ഗോപാലകൃഷ്ണൻ സാറേ, നിങ്ങൾ ഈ തീരുമാനം നിങ്ങൾ ഒറ്റ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം കോളേജ് കൃത്യമായിട്ട് വേണം. അതൊന്നും വേണ്ട, അതൊന്നും തടയണ്ട. ഇതില് ഇവിടെ ക്യാമറ ഉണ്ടല്ലോ. ഇതിൽ ക്യാമറ ഉണ്ടല്ലോ. ഇവിടെ ക്യാമറ ഉണ്ടല്ലോ. ഒന്നുമല്ല, നീ കൃത്യമായിട്ട് എടുത്തോ. ഇതിന്റെ പേര് അല്ലേ അക്രമം കാണിച്ചെന്ന് പറയാലോ. അക്രമം കാണിച്ചെന്ന് പറയാലോ. എവിഡൻസ് ആണല്ലോ. നമ്മളെ ഭാഗത്ത് തെളിവ് വേണ്ടേ? ഞാൻ ഷൗട്ട് ആക്കിട്ടോ. പോലീസ് ഞാനിനി നമ്മൾ സംസാരത്തിനില്ല. പോലീസ് ഉൾപ്പെടെ വരട്ടെ. നമ്മൾ ഇവിടെ പരാതി തരാൻ വന്നതാണ്. കൃത്യമായിട്ട് പറയുന്നത് ഇദ്ദേഹമാണ് ഷൗട്ട് ചെയ്ത് പറഞ്ഞത്. ഇതില് പറഞ്ഞോട്ടെ സാറ് പറയാനുള്ള പറ. എന്നിട്ട് നമ്മൾ കേട്ടില്ല. എനിക്കിനി ഒന്ന് നീ ഇപ്പൊ ആദ്യം മര്യാദക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇവനോട് ഇങ്ങനെ വിളിക്കും. ഇത് നമ്മളെന്താ നമ്മളെ പട്ടീനെ വിളിക്കുന്ന പോലെ വിളിക്കുന്നേ? ഇങ്ങനെയാക്കി വിളിക്കാനാ? ഇങ്ങനെയാക്കി വിളിക്കാം. പരാതി കൊടുക്കാനാ വന്നത്. ആ രീതിയിൽ പരാതി കൊടുത്ത് മുന്നോട്ട് പോകും. ഹരീഷ്, നിനക്ക് എഴുതിയ പരാതി ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞു എഴുതിക്കൊണ്ടുവരാമോ? എഴുതിക്കൊണ്ടുവരാമോ? എവനോട് എഴുതിക്കൊണ്ടുവരാൻ കണ്ടില്ല. പിന്നെ രണ്ട്, നീ ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെ കോളേജ് വിട്ടെന്ന്. ഇവിടെ കോളേജ് എന്തിനാ വിട്ടേക്കുന്നത്? ഇവിടെ FIU-മായി ബന്ധപ്പെട്ട് ഞങ്ങൾ ക്ലാസ്സിന് വേണ്ടി അയച്ചേക്കുന്നത്. അല്ലാതെ ഇവിടെ നീ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ
എന്നെ കൊണ്ടൊന്ന് പറയണം. ഞാൻ അവരൊന്നും പറയുന്നത് കേട്ട് ചെയ്യുന്ന ആളല്ല. നീ ആരുടെ അടിസ്ഥാനത്തിൽ നീ ഇങ്ങനെ അന്റെ ക്ലാസ്സിൽ വന്നിട്ട് യൂണിയൻ ചെയർമാൻ അന്റെ ക്ലാസ്സിൽ വന്നിട്ട് സാറേ യൂണിയൻ ചെയർമാൻ വന്നിട്ട് ക്ലാസ്സിൽ പാടുന്ന ടീച്ചർ ഇപ്പം തന്നെ വിടണം. യൂണിയൻ ചെയർമാൻ വന്നിട്ട് പറഞ്ഞു പാടെടുക്കാൻ പറ്റില്ല. യൂണിയൻ ക്ലാസ്സിലെ 70 സ്റ്റുഡന്റ് സാക്ഷിയില്ലേ, ലെജിസ്ലേറ്റീവ് സാക്ഷിയില്ലേ, ഈ പീരീഡ് എടുക്കാൻ പറ്റില്ല. ഇട്ടത് വിട്ടുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞു കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വന്നത് നിങ്ങൾ ഉൾപ്പെടെ കേൾക്കാനാ പറയുന്നത്. സാറ് പറഞ്ഞത് സാറ് പറയുന്നത്. പിന്നെ കോളേജിൽ വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. കോളേജിൽ നീ ഇവിടെ കിടന്ന് ബഹളമായി ഉണ്ടാക്കിയില്ലാന്ന് ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞു തരായിരുന്നു. അതായത് നീ പല ആവശ്യത്തിന് എന്നെ വിളിച്ചിട്ടില്ലേ? ആണോ? പല ആവശ്യത്തിന് എന്നെ വിളിച്ചിട്ടില്ലേ? അല്ലല്ലോ. നിങ്ങൾ ഗുണ്ടകളാണ്, വാതിലടക്കണം. എങ്ങനെ വന്ന് സംസാരിച്ചു? പ്രോസസ് ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഞങ്ങൾ ക്ലാസ് സസ്പെൻഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ചെയ്യും. പിന്നെ ഔദ്യോഗികമായി അതിന് യൂണിയൻ ചെയർമാൻ യൂണിയൻ ചെയർമാൻ എന്റെ ക്ലാസ്സിൽ വന്നു. യൂണിയൻ കഴിഞ്ഞല്ലോ. യുടെ നേതാവാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ടീച്ചറോട് വന്നിട്ട് ക്ലാസ്സിൽ ആർക്ക് അധികാരം കൊടുക്കുന്നു? പിന്നെ എങ്ങനെയാണ് ടീച്ചർ ഉത്തരവാദിത്തപ്പെട്ട യൂണിയൻ ചെയർമാൻ ആയതുകൊണ്ടായിരിക്കുമല്ലോ വിട്ടത്, അല്ലെങ്കിൽ SFIയുടെ നേതാവായിരുന്നു. എല്ലാവരും ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം തന്നെ വിട്ടണം. നിങ്ങൾ ഉൾപ്പെടെ ഇതിന് കാരണക്കാരോ ഈ പ്രിൻസിപ്പാൾ കാരണം മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ കോടതിനെക്കാളും വലിയ പരമാധികാരമായിട്ട് ആരുമില്ല. ആ കോടതി വിധി നിലനിൽക്കുകയും മാനേജ്മെന്റോ PTO ആരും അറിയാതെ SFIയുടെ സമരം നടക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നു SFIയുടെ സമരത്തിന്റെ ഭാഗമായിട്ടല്ല വിട്ടതെന്ന് പറയുന്നു. പക്ഷെ കൃത്യമായിട്ട് SFIയുടെ യൂണിയൻ ചെയർപേഴ്സൺ അടക്കം വന്ന് ക്ലാസ്സിൽ ക്യാമ്പയിൻ എടുത്ത് 10-70 കുട്ടികളോട് പഠിക്കുന്ന ക്ലാസ്സുകളിൽ ക്യാമ്പയിൻ എടുത്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസം വന്ന് വെടിയിപ്പിച്ചത്. കൃത്യമായി അതിനെതിരെ പരാതി പറയാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങള് ഇതിനനുസരിച്ച് അടുത്ത പോലീസിൽ പരാതി കൊടുക്കും, കോടതിയുമായിട്ട് നീങ്ങും. ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. ഞാൻ സാറ് മാന്യമായിട്ട് വിളിച്ചിട്ട് സാറ് എങ്ങനെയാണ് വിദ്യാഭ്യാസം വന്ന് വിട്ടതെന്ന് ചോദിച്ചിട്ട് ആ വിളിച്ച സമയത്ത് സാറ് പറയുകയുണ്ടായി ഈ വിദ്യാഭ്യാസം വന്ന് വിടാനുള്ള കാരണം എന്ന് വെച്ചാല് ഈ രീതിയിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കുറച്ച് പേര് ഇങ്ങോട്ട് കയറി വന്ന് ഇന്ന് കോടതി വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നൊരു ഷോയെ കാണിച്ചു, നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോഴാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നത്. സാറാണ് പരാതി കൊടുക്കാൻ വന്നതാണ്. എന്നിട്ട് പിന്നെ ഇയാള് ഇവിടെ പഠിക്കുന്ന ആളാണ്. ഇയാൾ ഇതിന്റെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുക. അല്ല അത് നമ്മൾ വന്നിട്ട് അക്രമം വീഡിയോ എടുത്തു. നമ്മൾ ഇപ്പൊ വീഡിയോ എടുത്തു. നമ്മളോട് CI സാറാണ് പറഞ്ഞത് കൃത്യമായി ഡിജിറ്റൽ എവിഡൻസ്. നമ്മളിവിടെ വന്ന് സാറ് പറയും ഈ കസേര സാറ് അടിച്ചു പൊളിച്ചിട്ട് നമ്മളെന്താ പറയാ? ഞാനൊരു കാരണം പറയാം. നമ്മൾ അക്രമം ഉണ്ടാക്കിയില്ല, നമ്മൾ ഇതിന്റെ അകത്ത് ഒരു തെറ്റും ചെയ്തില്ല. ഈ കോടതി വിധി നിലനിൽക്കുമ്പോൾ അങ്ങനെ തന്നെ സാറേ എന്നെ ഗുണ്ടാണ് ഞാൻ സാർ ഇന്നലെ നമ്മൾ പരാതി കൊടുക്കുമോ? പരാതി കൊടുക്കും. കോടതി വിധി ലംഘിച്ചു സാറേ. കോടതി വിധി കൃത്യമായി നമ്മൾ പരാതി എഴുതി കൊടുക്കാം. ബാക്കി ആ രീതിയിൽ നമ്മൾ പോകും. നമ്മളെല്ലാം റെക്കോർഡാക്കിട്ട് പോയത്.